വിജേഷേ, നമ്മളിപ്പോൾ ഈ ഒരു ഫോണൊക്കെ വാങ്ങുന്നു, പുതിയ ഫോണൊക്കെ വാങ്ങുന്നു, ഐഫോൺ അടക്കം വാങ്ങുന്നു. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് സമ്മാനിക്കുമ്പോൾ പുറകെ പോലീസ് വരാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതയുണ്ടോ? അതെങ്ങനെയാണ്? അതൊരു സംഭവം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലുള്ളൊരു യുവാവ് തൻ്റെ ഭാര്യ, കൊൽക്കത്തയിലാണ്, കേരളത്തിൽ തൽക്കാലം ആശ്വസിക്കാം, ഒരിക്കലും പറയാൻ പറ്റില്ല, അവിടെയും പണി കിട്ടുമോ? സാധ്യതകളുണ്ട്, പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. അതായത് ഒരു യുവാവ് തൻ്റെ ഭാര്യയ്ക്ക് ബർത്ത്ഡേ സമ്മാനമായിട്ട് ഒരു 49,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഭാര്യ അത് വാങ്ങിക്കുന്നു. ഒരാഴ്ച ആ മൊബൈൽ ഉപയോഗിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നത് ഗുജറാത്ത് പോലീസാണ്. ഗുജറാത്ത് പോലീസ് വരികയും ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യാം, ഈ ലേഡിയെ. അപ്പോൾ എന്താ കാര്യം എന്നുള്ള ചോദ്യത്തിൽ ഗുജറാത്ത് പോലീസ് അവരോട് പറയുന്നത്, നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ അതൊരു സൈബർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരു മൊബൈലാണ്. അതിൻ്റെ IMEI നമ്പർ ഞങ്ങളുടെ ഒരു സൈബർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള IMEI നമ്പറുമായിട്ട് മാച്ചിങ് ആണ്, സെയിം നമ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരന്വേഷിക്കുന്ന മൊബൈൽ ഇത് തന്നെയാണല്ലോ, അത് ഉപയോഗിക്കുന്ന ആളുടെ പേരിൽ കേസ് വരുമല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ ഈ മൊബൈൽ ഫോൺ പുതുതായിട്ട് വാങ്ങിയതാണ് എന്ന് തെളിയിക്കുന്ന ബില്ല് പോലീസുകാരെ കാണിച്ചു. പോലീസിന് കൺഫ്യൂഷനായി. പോലീസ് പറഞ്ഞു, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു? അപ്പോൾ പറഞ്ഞു, ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്, പുതുപുത്തൻ മൊബൈലാണ്. ഞങ്ങൾ ആ മൊബൈൽ ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ആ ബോക്സ് പൊട്ടിക്കുന്നത്. ഇത് കടക്കാരനെ വിളിച്ചു വരുത്തി. കടക്കാരനും ഇതേ കാര്യങ്ങൾ പറയുന്നു. കടക്കാരൻ്റെ രജിസ്റ്റർ എടുത്ത് നോക്കി, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ മൊബൈൽ? പറഞ്ഞു, വിതരണക്കാരാണല്ലോ, അവർക്ക് മൊബൈൽ കൊണ്ടേ കൊടുക്കുന്നത്. ഇത് വിതരണക്കാരൻ കൊണ്ടുവന്ന മൊബൈലാണ്. ഇപ്പോൾ വിതരണക്കാരൻ്റെ ഡീറ്റെയിൽ എടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ബില്ലും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കും, വിതരണക്കാരൻ കൊണ്ടുകൊടുത്ത മൊബൈലാണ്. അപ്പോൾ പോലീസ് പറഞ്ഞു, സ്വാഭാവികമായിട്ട് ഇവരുടെ പേരിൽ കേസ് എടുക്കാതിരിക്കാൻ അവർക്ക് നിർവാഹമില്ല. ഇവരെന്ത് ചെയ്തു? ഇവർ ഈ ഭാര്യയും ഭർത്താവും നേരെ കൊൽക്കത്ത പോലീസിൽ ഒരു പരാതി കൊടുത്തു, കടക്കാരനെതിരെ പരാതി കൊടുത്തു. അപ്പോൾ കടക്കാരനെതിരെ കൊൽക്കത്ത പോലീസ് കേസെടുത്തു. അപ്പോൾ അറസ്റ്റ് തൽക്കാലം അവിടെ നിർത്തി. മൊബൈൽ ഗുജറാത്ത് പോലീസ് കൊണ്ടുപോയി. ഗുജറാത്ത് പോലീസ് മൊബൈൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ സയൻറ്റിഫിക് പരിശോധനയ്ക്ക് മൊബൈൽ അയക്കാൻ തീരുമാനിച്ചു. അതായത് ഒറ്റ കാര്യം അറിയേണ്ടത്, ഈ മൊബൈൽ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള മൊബൈലാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ടെക്നോളജി വളരെ വലുതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ പഴയ ഫോണുകളുടെ IMEI നമ്പർ, ഈ എൻജിൻ നമ്പർ ഇല്ലേ, വണ്ടികളുടെ വാഹനങ്ങളുടെ എൻജിൻ നമ്പർ മാറ്റി വേറൊരു വാഹനത്തിൽ അടിക്കുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ IMEI നമ്പർ പഴയത് മാറ്റി വേറെ പുതിയ ഫോൺ വരുന്നതിനകത്ത് പഴയ IMEI നമ്പർ ചേർക്കുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടി വരുന്ന ഒരു കാലം. വന്ന് ഭവിച്ചതായിരിക്കും അതോ ബോധപൂർവം ചെയ്തതായിരിക്കും? ഇങ്ങനെ ഭവിച്ചതായിരിക്കും. ചിലപ്പോൾ ആ കടക്കാരനും അറിയാൻ സാധ്യതയില്ല. അതായത് വിതരണക്കാരനാണല്ലോ, അവൻ എവിടെ നിന്നാണ് ഈ മൊബൈൽ ശേഖരിക്കുന്നതെന്ന് നമുക്കറിയില്ല. കടയിൽ ഇപ്പോൾ ഒരു സാധനം കൊണ്ട് ഒരു വിതരണക്കാരൻ കൊണ്ടേ കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഇത് പൊട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പുതിയതാണോ? അതെ, പുതിയതാണ്. ഇവൻ GST നമ്പറുണ്ടോ? GST നമ്പറുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഏതൊരു കടയിലും അവരെ കച്ചവടക്കാർ നോക്കുകയുള്ളൂ. അവർക്ക് ഈ സാധനം വിൽക്കണം. അവർ പുതുപുത്തനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ബോക്സ് പൊട്ടിച്ച് അവരെ കാണിച്ച് ഓണാക്കി കൊടുക്കുന്നു. അപ്പോൾ പുതിയ ഫോൺ ഓണാവുന്നു. ഇതിൻ്റെ പിന്നിൽ ഈ IMEI നമ്പർ പഴയ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പറാണോ എന്നുള്ളത് കടക്കാരനും മനസ്സിലാവില്ല, ഉപയോഗിക്കുന്ന നമ്മൾക്കും മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ തന്നെ ഇത് വേറെ ആരെങ്കിലും നേരത്തെ ഉപയോഗിച്ചതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫോണാണ് എല്ലാം കാര്യം. പക്ഷേ ഈ ഒരൊറ്റ IMEI നമ്പർ മതി എല്ലാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സംഭവിച്ചതാണ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് വരുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രേമൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡാറ്റയും എനിക്കിതിൽ കാണാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സുരക്ഷിതമല്ലാത്ത ഒരു ഉപകരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അത് ഒരർത്ഥത്തിലും നമുക്ക് സുരക്ഷിതമാണ്. നമ്മുടെ പഴയ ഒരുപാട് മെയിലുകളെല്ലാം അതിനകത്ത് ഓപ്പൺ ആയിരിക്കും. നമ്മുടെ വാട്സപ്പ് അതിനകത്ത് ഓപ്പൺ ആയിരിക്കും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഞാൻ പറയുന്നത്, എനിക്ക് മറ്റേ ടാറ്റയുടെ ഒരു കാർ വാങ്ങിക്കണം, ടാറ്റയുടെ ഇലക്ട്രിക് കാർ, അതിന് എത്ര രൂപ വിലയുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഓപ്പൺ ആക്കിയാലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയാലോ പിന്നീട് വരുന്നതെല്ലാം ടാറ്റയുടെ കാറിൻ്റെ പരസ്യമായിരിക്കും. ഉറപ്പാണ്. അത് അതിനകത്ത് ഒരു സാധനം ഓഫ് ചെയ്തിട്ടാൽ മതി ഗൂഗിളിൽ. പക്ഷേ അങ്ങനെ അത് ഓൺ ചെയ്ത് ബിൽറ്റിനായിട്ട് അത് ഓണായിട്ടാണ് വരുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫോണിൽ ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ അവർ നമ്മളോട് കുറെ പെർമിഷൻ ചോദിക്കും. നമ്മളത് ഉപയോഗിക്കാനുള്ള ജാഗ്രതയിൽ പെട്ടെന്ന് എല്ലാം ഓക്കെയും കൊടുക്കും. പക്ഷെ നമ്മുടെ അടിയാധാരം വരെ ആയിരിക്കും മാന്തിക്കൊണ്ട് പോവുക. അതെ. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്. നമ്മൾ അതിനെയാണ് കൂടെ കൊണ്ട് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും ആ മൊബൈലിനകത്ത്.
നമ്മളെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ആധാർ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മളെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ അറിയാവുന്നൊരു ആളാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ മൊബൈൽ ഫോണിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വേറൊരാൾക്ക് വളരെ സുഗമമായിട്ട് എടുക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ്വെയറുകളും ടെക്നോളജികളും വളർന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉപയോഗിച്ചിട്ട് ഈ പുതുതായി നിർമ്മിച്ച മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ പഴയ IMEI നമ്പറാണ് മാച്ച് ചെയ്ത് അതിനകത്ത് പഞ്ച് ചെയ്ത് വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ പോലീസിന് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നീട് ഇവർ വീണ്ടും ഇത് തെളിയിക്കണം, ഞങ്ങൾ ഇത്ര ദിവസം വാങ്ങിച്ചാണ് അങ്ങനെയാണ്. പക്ഷെ അത് തെളിയിക്കേണ്ട പോലീസിന്റെ മുമ്പിലായിരിക്കില്ല, കോടതിയിലായിരിക്കും. അപ്പോൾ 49,000 രൂപ കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഭാര്യയ്ക്ക് സമ്മാനിച്ച് ഇവർ രണ്ടുപേരും കോടതി കയറേണ്ട അവസ്ഥ വന്നു. ഈ കേസിൽ അത് വാങ്ങിയിട്ട് കഷ്ടിച്ച് ഒരാഴ്ച എന്നുള്ളതാണ് അവർക്ക് ഗുണമായത്. അതെ, ഏതാണ്ട് ഒരു മാസമോ ഒരു വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബില്ലും കാണില്ല, ചിലപ്പോൾ ഈ വാങ്ങിയ കടക്കാരനും കൈമലർത്തും, കടക്കാരന് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അതെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഈ കേസുമായിട്ട് ഇവർ നടക്കേണ്ടി വരും. അതിപ്പോൾ ഒരാഴ്ചയാണെങ്കിലും ഇവർ ഈ കേസുമായിട്ട് നടക്കേണ്ടി വരും. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം, നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുന്ന ഉപകരണം ആണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കുക? നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് വാങ്ങിക്കുന്നത്, ഇത് ഒറിജിനലാണോ അല്ലെങ്കിൽ പുതിയതാണോ എന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ IMEI നമ്പർ എന്നൊക്കെ പറയുന്നത് ആ ഫോണിന്റെ നിർമ്മാതാക്കൾ തരുന്ന സംഗതിയല്ലേ? അതെ. അപ്പോൾ അവരുടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ആ സംഗതിയിൽ വന്നൊരു പിഴവാകാനാണ് സാധ്യത. ചിലപ്പോൾ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ പരാതി കൊടുത്ത ആളുണ്ടല്ലോ, എൻ്റെ ഫോൺ നഷ്ടമായി എന്ന് പരാതി കൊടുത്ത ആൾ, അയാൾ പോലീസിൽ കൊടുത്ത നമ്പർ ചിലപ്പോൾ തെറ്റായി കാണണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകണം. എന്തായാലും ഇപ്പോൾ ഇവർ രണ്ടുപേരും കോടതി കയറേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു പുതിയ സാധ്യതയാണ്. നമുക്കിപ്പോൾ ഒരു സൈബർ കുറ്റകൃത്യം നടത്തിയിട്ട് മറ്റൊരാളുടെ IMEI നമ്പർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തട്ടിപ്പ് നടത്താൻ പറ്റുമെങ്കിൽ അതിന് വലിയൊരു സാധ്യതയുണ്ട്. നമ്മുടെ ഏതൊരു സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇവിടെ വെക്കുന്ന പേസ് മേക്കർ വേറൊരാൾക്ക് ലാപ്ടോപ്പിൽ അത് പ്രവർത്തിപ്പിക്കാനും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്ന ഒരു സൗബിൻ ഷാഹിർ ആ സിനിമയിൽ ചെയ്യുന്നത്. അത്രയധികം ടെക്നോളജികൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ ഒരു IMEI നമ്പർ കമ്പ്യൂട്ടർ ജനറേറ്റഡ് സാധനം ഒരു കമ്പനി വഴി ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ടെക്നോളജികൾ വളരുന്നതോടുകൂടി നമ്മൾ കൂടുതൽ ഭയക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് തെളിയിക്കുന്നത്. മൊബൈലായാലും കമ്പ്യൂട്ടർ ആയാലും എന്ത് സംഭവമായാലും സോഫ്റ്റ്വെയറുകളും പുതിയ ടെക്നോളജികളും വരുന്നത് ഗുണത്തിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം കൂടി ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ ഭാവിയിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്ത് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പ്രേമൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രിക്കോഷൻസ് പറയാൻ പറ്റുമോ? നമ്മൾ പരമാവധി ഇപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല രേഖകൾ സൂക്ഷിച്ചു വെക്കുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഈ പറയുന്ന പോലെ IMEI നമ്പർ അടക്കം നമ്മൾ ഇതേപോലുള്ള ചതികൾ ഇനിയും വരാഴികയില്ല. അപ്പോൾ പരമാവധി അതിൻ്റെ ബില്ലുകൾ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ സൂക്ഷിക്കുക. മൊബൈൽ ഫോണിൻ്റെ കവർ അത് ഉറപ്പായിട്ടും ഈ IMEI നമ്പറും മറ്റ് രേഖകളും ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അതൊക്കെ സൂക്ഷിച്ചു വെക്കുക. പരമാവധി ഈ പറയുന്ന സംശയം അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്തോ ഗുലിമാലുണ്ട് എന്ന് തോന്നുന്ന സൈബർ ആപ്പുകൾ ദയവായി ഉപയോഗിക്കാതിരിക്കുക. സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങാനിരിക്കുക. പരമാവധി ലോൺ ആപ്പുകളെ ജാഗ്രതയോടെ സമീപിക്കുക. സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യതകൾ ഇത്തരം ആപ്പുകളിൽ വളരെ കൂടുതലാണ്. അപ്പോൾ സ്വയം ജാഗ്രത ഉണ്ടാവുക, പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ പ്രതിവിധിയുള്ളൂ.